Hi, in this class we'll talk about progressive waves in specific media. Here is the classical wave equation, and this wave equation governs a system in which sinusoidal waves of any wavelength can travel with the speed v. Okay, അപ്പോൾ sinusoidal waves support ചെയ്യുന്ന മീഡിയത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. റൈറ്റ്, മീഡിയത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് ഏത് തരത്തിലുള്ളതായിരിക്കും എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഈ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വേവ്സിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാവുന്നതാണ്. We can try to calculate the value of v or the speed at which the disturbance propagates, right, in any specific case. Okay, ഉദാഹരണത്തിന് you can talk about a string of wire having mass per unit length is equal to 0.5 gram per meter. Okay, mu equal to 0.5 gram per meter. ഒരു മീറ്റർ എടുത്തു കഴിഞ്ഞാൽ 0.5 ഗ്രാമേ ഉള്ളൂ. Okay, it's stretched with a force of 100 Newton. Right, അപ്പോൾ അതിന്റെ ടെൻഷൻ 100 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ സ്പീഡ്, അത്തരം ഒരു സ്ട്രിങ്ങിലുള്ള ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് t divided by mu whole raised to 1/2, square root of t divided by mu ആണ്. So when you put in the numbers you'll get 450 meter per second. Okay, അപ്പോൾ മീഡിയത്തെ കുറിച്ചുള്ള ഈ സ്പെസിഫിക്കേഷൻസ് അതിന്റെ സ്പീഡ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റൈറ്റ്, ഇനി നമുക്ക് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കാം. നമുക്ക് സെയിം ടെൻഷൻ, ഒരു സ്ട്രിങ് തന്നെയാണ്. റൈറ്റ്, ഡിഫറെന്റ് മെറ്റീരിയൽ, ഇറ്റ് ഹാസ് ദ സെയിം ടെൻഷൻ ബട്ട് ഇറ്റ്സ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇസ് ഗ്രേറ്റർ. ഓക്കെ, 1 കിലോഗ്രാം പെർ മീറ്റർ. നമുക്കറിയാം വെലോസിറ്റി is equal to square root of t divided by mu. So as mu increases v will decrease. Right, as mu increases v velocity will decrease. അപ്പോൾ 1 kilogram per meter ആണ് mass per unit length എങ്കിൽ നമ്മൾ ഈ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. You just plug in the numbers into this equation and you will see that it comes around 10 meter per second. Okay, ഒരു സെക്കൻഡിൽ 10 മീറ്റർ. That's also quite rapid. Okay, ഇനി നമ്മൾ ഈ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യത്തിലാണ്, അല്ലെ ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കാര്യത്തിൽ മാത്രമാണ്. നമ്മൾ ഡെറിവേഷൻ നോക്കിയപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കാര്യം പറഞ്ഞാണ് സ്പെസിഫിക്കലി ഈ ഒരു ഡെറിവേഷനിലേക്ക് എത്തിയത്. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ് ഓഫ് എ കോളം ഓഫ് ഇലാസ്റ്റിക് മെറ്റീരിയലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ്, അതായത് ഡിസ്റ്റർബൻസസ് പ്രോപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയുള്ള വൈബ്രേഷൻസ്. റൈറ്റ്, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനില്ല, അതേ ഡയറക്ഷൻ, ഇതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷനും ഇതേ ഫോമിലുള്ള ഒരു ഇക്വേഷനാണ്. റൈറ്റ്, ഇറ്റ് ഹാസ് എക്സാക്ട്ലി ദ സെയിം ഫോം ആസ് ദ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ. ഇപ്പൊ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡോ സ്ക്വയർ xi ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ xi ബൈ ഡോ ടി സ്ക്വയർ. റൈറ്റ്, ഇവിടെ ടൈം ഡെറിവേറ്റീവ് ആണ്, ദാറ്റ്സ് എ ടൈപ്പോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നില്ല, we are just taking it as the equation that governs longitudinal vibrations also. Okay, now this is the basic differential equation for compressional waves traveling along one dimension. Okay, അതായത് ഒരു ഡയമെൻഷനിലുള്ള കംപ്രഷണൽ വേവ്സ്, അത് മെറ്റീരിയലിന്റെ കംപ്രഷൻസോ റെയർ ഫാക്ഷൻസോ ആയിട്ടാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്, ഈ വൈബ്രേഷൻസ് ഡിസ്റ്റർബൻസസ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്, ഇത് വൺ ഡയമെൻഷൻ ആണെങ്കിലാണ് ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള വേവ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ് അല്ലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ ജനറൽ ആയിട്ട് നമ്മൾ ഒറ്റ ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. വിൽ സിംപ്ലി കോൾ ഓൾ സച്ച് വേവ്സ് ആസ് സൗണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ചില ഫ്രീക്വൻസീസ് ആണ്, അതിനെ നമ്മൾ സൗണ്ട് എന്ന് പറയുന്നത്, ശബ്ദം. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ സൗണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള സെൻസിലാണ്. ഈ രീതിയിൽ കംപ്രഷണൽ വേവ്സ്, ഈ രീതിയിലുള്ള മീഡിയത്തിന്റെ കംപ്രഷൻസ് റെയർ ഫാക്ഷൻസിലൂടെ പ്രോപ്പഗേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ വേവ്സിനെയും നമ്മൾ സൗണ്ട് എന്നുള്ള കോമൺ ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിഫറെന്റ് മെറ്റീരിയൽസ്. റൈറ്റ്, അപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന സൗണ്ട് ആയിക്കൊള്ളണമെന്നില്ല, ഇറ്റ് കുഡ് ബി എനി longitudinal wave. Alright, so longitudinal wave at any frequency. Right, all this shall be called as sound. Okay, now let's look at the speed of sound waves in different materials. Okay, നമുക്ക് ആദ്യം സോളിഡ് ബാറിന്റെ കേസ് എടുക്കാം. റൈറ്റ്, വി ആർ ടോക്കിംഗ് അബൌട്ട് എ സോളിഡ് ബാർ. നമ്മളിവിടെ സോളിഡ് ബാർ എടുക്കുകയാണെങ്കിൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇതാണ്. ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ഓഫ് y ഡിവൈഡഡ് ബൈ റോ. y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്, റോ ഇസ് ദ ഡെൻസിറ്റി. റോ ഇസ് ദ ഡെൻസിറ്റി. ഇപ്പൊ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഹാസ് ദ ഫോം സ്ക്വയർ റൂട്ട് ഓഫ് t ഡിവൈഡഡ് ബൈ mu.
ഓക്കെ, അതേസമയം ഒരു സോളിഡ് ബാറിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെങ്കിൽ ദ വെലോസിറ്റി is given by, so instead of t over there you have got the Young's modulus in here, alright, അവിടെ mu എന്നുള്ളതിന് നമുക്ക് ഇവിടെ rho ആണ് the density. Okay, so it has some sort of a similar form, alright, but you have to remember this equation. ഇത് നമ്മൾ derive ചെയ്യുന്നില്ല, we are just taking this as useful equations, alright, and we are just examining these equations. So this is the sound velocity for solid bars. Okay, അപ്പോൾ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സൗണ്ട് വെലോസിറ്റീസും മെഷർ ചെയ്തിട്ടുള്ള സൗണ്ട് വെലോസിറ്റീസും ആണ്. ഓക്കെ, സോ ദ ടേബിൾ ഷോസ് സം ഡേറ്റ ഓൺ യങ്സ് മോഡുലസ്, ഡെൻസിറ്റി ആൻഡ് ദ കാൽക്കുലേറ്റഡ് ആൻഡ് ഒബ്സർവ്ഡ് സ്പീഡ്സ് ഓഫ് സൗണ്ട് ഇൻ വേരിയസ് മെറ്റീരിയൽസ്. ഇതാണ് കാൽക്കുലേറ്റഡ്, ഇതാണ് ഒബ്സർവ്ഡ്. റൈറ്റ്, ഇവിടെ യങ്സ് മോഡുലസ് കൊടുത്തിട്ടുണ്ട്, ഡെൻസിറ്റി കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ഈ കോളത്തിലുള്ള യങ്സ് മോഡുലസ് ആണ്, ഈ കോളത്തിലുള്ള ഡെൻസിറ്റി ആണ്. സോ യു ക്യാൻ ജസ്റ്റ് ട്രൈ കാൽക്കുലേറ്റിംഗ് യൂസിങ് ദീസ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ, ആദ്യത്തെ കേസിൽ അലൂമിനിയത്തിന്റെ കേസിൽ നമ്മൾ കാൽക്കുലേറ്റഡ് 4700 ആണ്, അതേസമയം ആക്ച്വൽ മെഷേർഡ് വെലോസിറ്റി 5100 ആണ്. റൈറ്റ്, ദേ ആർ ക്ലോസ്. റൈറ്റ്, ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി കറക്റ്റ്, ബട്ട് നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തതും എക്സ്പെരിമെന്റലി മെഷർ ചെയ്തും ഏകദേശം അടുത്തടുത്താണ്. അതുപോലെ 4300, 5000, 1190, 1320. Okay, so there's a small difference. In some cases they are also exactly right. Okay, for silver in the case എടുക്കുകയാണെങ്കിൽ calculated and measured are 2680 meter per second. Okay, so we see that the agreement between calculated and observed values is not too bad. It's a little bit bad but not too bad. Okay, ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ യങ്സ് മോഡുലസ് മെഷർ ചെയ്യുന്നത് സ്റ്റാറ്റിക് മെഷർമെന്റ്സിലാണ്. റൈറ്റ്, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. റൈറ്റ്, അതേസമയം പ്രോപ്പഗേഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റെസ്പോൺസ് ഓഫ് ദ മെറ്റീരിയൽ ടു റാപ്പിഡ്ലി ഓൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസ്. റൈറ്റ്, ഇറ്റ്സ് എ ഡൈനാമിക് സിറ്റുവേഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനും അതേസമയം സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്ത് പോകുമ്പോഴുള്ള മെറ്റീരിയലിന്റെ സിറ്റുവേഷനും എക്സാക്ട്ലി ഒരേപോലെയല്ല. റൈറ്റ്, അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു ഡിസഗ്രിമെന്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. റൈറ്റ്, സോ വി നീഡ് ടു എക്സ്പെക്ട് സം സോർട്ട് ഓഫ് സ്ലൈറ്റ് ഡിസഗ്രിമെന്റ്. അതുപോലെ നമ്മളിവിടെ യങ്സ് മോഡുലസ് യൂസ് ചെയ്യുമ്പോൾ യങ്സ് മോഡുലസ് ആക്ച്വലി ക്വാണ്ടിഫൈ ചെയ്യുന്നത് അതിനെ എലോങ്ങേറ്റ് ചെയ്യാനോ കംപ്രസ് ചെയ്യാനോ ലെങ്ത് കൂട്ടാനോ കുറയ്ക്കാനുള്ള റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി യങ്സ് മോഡുലസ് ക്വാണ്ടിഫൈ ചെയ്യുന്നത്. റൈറ്റ്, it just tells us how easily you can increase the length of a wire or decrease the length of a wire. Okay, അപ്പോൾ യങ്സ് മോഡുലസ് കൂടുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്, ഡിഫോം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. റൈറ്റ്, അത് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആയിട്ടുള്ള സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ, ഇതാണ് യങ്സ് മോഡുലസ്. ഓക്കെ, അതേസമയം നമ്മൾ ലീനിയർ ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു വയർ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഒരു സോളിഡ് ബാർ. ഓക്കെ, നമ്മൾ ലീനിയർ ആയിട്ടുള്ള ഫോഴ്സ്, സപ്പോസ് യു ആർ പുള്ളിങ് ഇറ്റ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നീളം കൂടുമ്പോൾ it gets a little bit thinner. It has to get a little bit thinner. Okay, അപ്പോൾ യങ്സ് മോഡുലസ് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ, യങ്സ് മോഡുലസ് മാത്രം എടുക്കുമ്പോൾ we kind of assume that there's a little bit freedom to get thicker and thinner. കാരണം കംപ്രസ് ചെയ്യണമെങ്കിൽ കുറച്ച് തിക്കാവും, വലിച്ചു നീട്ടുകയാണെങ്കിൽ കുറച്ച് തിന്നാവും. റൈറ്റ്, ഇതിനുള്ള ഫ്രീഡം ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് യങ്സ് മോഡുലസ് മാത്രം എടുക്കുമ്പോൾ. ഓക്കെ, അതേസമയം നമ്മളൊരു ബൾക്ക് മെറ്റീരിയൽ ആയിട്ട് കാണുകയാണെങ്കിൽ ദിസ് ഫ്രീഡം മേ നോട്ട് ബി ദർ. ഓക്കെ, ദിസ് ഫ്രീഡം മേ നോട്ട് ബി ദർ. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ കംപ്രസ് ചെയ്യാനോ എലോങ്ങേറ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെ എക്സാക്റ്റ് ആയിട്ട് ക്വാണ്ടിഫൈ ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വരും. റൈറ്റ്, സോ ബിക്കോസ് ഈവൻ ദോ വി ആർ ടോക്കിംഗ് അബൌട്ട് എ സോളിഡ് ബാർ, റൈറ്റ്, ഇറ്റ് ഈസ് ഓൾസോ എ ബൾക്ക് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ബൾക്ക് മെറ്റീരിയലിന്റെ വോള്യം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഒക്കെ വേറെ റെസിസ്റ്റൻസ് ഉണ്ട്. റൈറ്റ്, അത് നമ്മളിവിടെ കണക്കിലെടുക്കുന്നില്ല. റൈറ്റ്, അപ്പോൾ ഇതൊക്കെ കാരണം ഇങ്ങനെയുള്ള ചില എഫക്ട്സ് നമ്മൾ വിട്ടുപോകുന്നതുകൊണ്ടാണ് ഈ കാൽക്കുലേറ്റഡ് സ്പീഡും എക്സാക്ട് മെഷേർഡ് സ്പീഡും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസ് കൊണ്ട് മാത്രം ക്വാണ്ടിഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അതിനെ ഡിഫോം ചെയ്യാൻ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാൽക്കുലേറ്റഡ് സ്പീഡ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യും. റൈറ്റ്, നമ്മൾ യങ്സ് മോഡുലസ് ക്വാണ്ടിഫൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ കാൽക്കുലേറ്റഡ് സ്പീഡ് വിൽ ബി റേസ്ഡ്. അത് നമ്മൾ കണ്ട എല്ലാ കേസിലും ഈ കാൽക്കുലേറ്റഡ് സ്പീഡ് എന്ന് പറയുന്നത് മെഷേർഡ് സ്പീഡിനേക്കാളും കുറവാണ്. റൈറ്റ്, സോ ദർ ആർ സം എഫക്ട്സ് ദാറ്റ് വി ഹാവ് മിസ്ഡ് ഔട്ട്.
Right? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വിൽ സീ ദാറ്റ് ദ കാൽക്കുലേറ്റഡ് സ്പീഡ് വിൽ ബി റേസ്ഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമല്ല. ഇറ്റ്സ് ഓഫ് ദ ഓർഡർ ഓഫ് 15%. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദ എറർ or the difference, right, the percentage of difference is around 15. Alright, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. Alright, so let's move on to the next topic. Velocity of sound in solid bar. Okay, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. V is equal to square root of y divided by rho. Okay, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഇലാസ്റ്റിക് ബിഹേവിയറിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഫാക്ടറാണ് ഇവിടെ ഉള്ളത്, യങ്സ് മോഡുലസ്. ഓൾറൈറ്റ്, ഇപ്പോൾ ഒരു സോളിഡ് ബാർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ യങ്സ് മോഡുലസ് ആണ് അതിന്റെ ഇലാസ്റ്റിക് ബിഹേവിയറിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, അതായത് ജനറലി അതിന് ചേഞ്ച് വരുത്താനുള്ള, അതിന്റെ കോൺഫിഗറേഷനിൽ ചേഞ്ച് വരുത്തുന്നതിനുള്ള റെസിസ്റ്റൻസ്, അതാണ് സ്പീഡ് ഓഫ് സൗണ്ടിനെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഡെൻസിറ്റി ഉണ്ട്. ഓൾറൈറ്റ്, ഇവിടെ ന്യൂമറേറ്ററിലുള്ള കാര്യം മാത്രം പറയാണ്. ദിസ് ഇസ് ആക്ച്വലി ദ റെസിസ്റ്റൻസ്. We can call this quantifies elasticity or resistance to change in configuration. Change in configuration. കോൺഫിഗറേഷനിലുള്ള ചേഞ്ച്. അപ്പോൾ ഈ വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ ഇതിന്റെ എന്താണ് പറയുക, ഈ മീഡിയത്തിന്റെ ഷേപ്പ് ഇതുപോലെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ദീസ് ആർ കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതിനോടുള്ള റെസിസ്റ്റൻസ് ആണ് സ്പീഡ് ഓഫ് സൗണ്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓൾറൈറ്റ്, ആൻഡ് ഓൾസോ ദ ഡെൻസിറ്റി. ഓക്കെ, അതായത് ഈ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യുന്നതിനുള്ള റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ടും കൂടുതലായിരിക്കും. Alright, so remember it's elastic behavior. There is a factor corresponding to elastic behavior in the numerator and the density in the denominator. Alright, ഇനി നമ്മൾ ഒരു ലിക്വിഡ് കോളംസിന്റെ കാര്യം എടുക്കുകയാണെന്ന് കരുതുക. സപ്പോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ലിക്വിഡ് കോളംസ്. ഓക്കെ, നൗ ലിക്വിഡ് അതുപോലെ ഗ്യാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ്, okay, K is equal to normal stress divided by volume strain. Okay, volume strain എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം എന്നുള്ളതാണ്. റൈറ്റ്, നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സർഫസിന് നോർമൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഇതാണ് നോർമൽ സ്ട്രെയിൻ. റൈറ്റ്, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ഈ ബൾക്ക് മോഡുലസും ഇതിനെ കംപ്രസ് ചെയ്യുന്നതിനുള്ള റെസിസ്റ്റൻസ് ആണ് ക്വാണ്ടിഫൈ ചെയ്യുന്നത്. Okay, so bulk modulus can be called as the incompressibility, all right, the difficulty to compress the object. All right, 1 divided by k എന്നുള്ളതിനെ നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയും. അതായത് ബൾക്ക് മോഡുലസ് കൂടുകയാണെങ്കിൽ കംപ്രസിബിലിറ്റി കുറയും. all right, like that. So അപ്പോൾ ഈ കേസിൽ ഇങ്ങനെ ലിക്വിഡ്സിന്റെ കേസിലോ അല്ലെങ്കിൽ നമ്മളിവിടെ ലിക്വിഡ്സിന്റെ കേസിലാണ് നോക്കുന്നത്. ലിക്വിഡ് കോളം ആണെങ്കിൽ അതിലുള്ള സൗണ്ടിന്റെ വെലോസിറ്റി എഴുതുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് കെ ഡിവൈഡഡ് ബൈ റോ എന്നുള്ള രീതിയിലാണ്. സ്ക്വയർ റൂട്ട് ഓഫ് കെ ഡിവൈഡഡ് ബൈ റോ. ഓക്കെ, വി ക്യാൻ കാൽക്കുലേറ്റ് ദിസ് ഇൻ ദ കേസ് ഓഫ് വാട്ടർ. നമ്മൾ വെള്ളത്തിന്റെ വോള്യൂം ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. റൈറ്റ്, ആൻഡ് വിൽ സീ ദാറ്റ് it is decreased by about 2.3% by application of a pressure of about 500 atmosphere. 500 atmosphere pressure നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ സ്ട്രെസ് 500 atmosphere ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇവിടെ 1 atmosphere എന്ന് പറഞ്ഞാൽ 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 500 atmosphere എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, ഓക്കെ, സ്ട്രെസ് ഇസ് ഗിവൺ as 500 multiplied by 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് സ്ട്രെസ്. ഈ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനുണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് 2.3% ആണ്. റൈറ്റ്, സ്ട്രെയിൻ അതായത് ഡെൽറ്റ വി, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ 100. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ 100, ഇതാണ് 2.3. റൈറ്റ്, അല്ലെങ്കിൽ ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു 2.3 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ്. റൈറ്റ്, അപ്പോൾ ഇതാണ് അതിന്റെ വോളിയം സ്ട്രെയിൻ. So this is the normal stress and this is the volume strain. You can find the bulk modulus K is equal to a normal stress divided by volume strain. Alright, you put in the numbers and you will get about 2.2 multiplied by 10⁹ meter square, Newton per meter square. 2.2 multiplied by 10⁹ Newton per meter square. Okay, stress in the unit theniyana bulk modulus nullathu. Strain unitless aanu, it's dimensionless. Alright, അപ്പോൾ ഈ ബൾക്ക് മോഡുലസ് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതുപോലെ വെള്ളത്തിന്റെ ഡെൻസിറ്റി, വി നോ ദാറ്റ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 10⁵ കിലോഗ്രാം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. റൈറ്റ്, ഇത് രണ്ടും
use ചെയ്യുകയാണെങ്കിൽ we can find the speed of sound in water. It's calculated to be around 1500 meter per second. All right, so I leave it as an exercise to substitute these numbers and calculate it. All right, the answer comes out to be 1500 meter per second. Okay. ഈ തിയററ്റിക്കലി കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ആക്ച്വൽ ഒബ്സർവ്ഡ് വാല്യൂവിനോട് വളരെ അടുത്താണ്. Alright, and we can also say that most liquids carry compressional waves at a speed of the order of 1 kilometer per second. Alright, so most liquids have the speed of the order of 1 kilometer per second. Alright, the wave speed through them is of the order of 1 kilometer per second. Okay. ഇനി ഗ്യാസ് കോളംസിന്റെ കാര്യം എടുക്കാം. ഗ്യാസ് കോളംസിലുള്ള സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ, നമ്മൾ ഗ്യാസിന്റെ കേസിൽ എടുക്കുമ്പോൾ it can be seen that the frequencies of vibration depend on an adiabatic modulus of elasticity, alright, which is different from the isothermal modulus. Alright, isothermal modulus of elasticity ഉണ്ട്, adiabatic modulus of elasticity ഉണ്ട്. ഗ്യാസ് കോളംസിന്റെ കേസ് എടുക്കുമ്പോൾ adiabatic modulus of elasticity ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആയി വരുന്നത്. Okay, the difference arises because of the high compressibility of a gas. Right, gas വളരെ compressible ആണ്. അതിന്റെ അർത്ഥം substantial amounts of work are done on it if the pressure is changed. The pressure, നമ്മൾ stress change ചെയ്യുകയാണെങ്കിൽ there is a lot of work done on it. Right? In other words, it can take in a lot of energy. Alright, it can accept a lot of energy when you compress it. Okay. ഇനി സോളിഡിന്റെയും ലിക്വിഡിന്റെയും കേസിലും ഈ ചേഞ്ചസ് ഈ രീതിയിൽ അഡിയാബാറ്റിക് ആവാം. Alright, വൈബ്രേഷൻസ് അഡിയാബാറ്റിക് നേച്ചറിലുള്ളതാവാം. Alright, പക്ഷെ അതിന്റെ ചെറിയ കംപ്രസിബിലിറ്റി കാരണം ഇത് കാരണമുള്ള എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ എനർജി അക്സെപ്റ്റൻസ് വളരെ കുറവാണ്. Alright, അതുകൊണ്ട് തന്നെ ഐസോതെർമൽ അഡിയാബാറ്റിക് ഇലാസ്റ്റിക് മോഡുല എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് വി റിയലി ഹാവ് ടു think of them differently. Alright, adiabatic and isothermal moduli of elasticity. അതായത് ഗ്യാസ് കോളംസിലുള്ള വേവ് സ്പീഡ് സൗണ്ട് സ്പീഡിനെ നിർണ്ണയിക്കുന്ന അഡിയാബാറ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ, ഗ്യാസിന്റെ അഡിയാബാറ്റിക് ഇലാസ്റ്റിസിറ്റി മോഡുലസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗിവൺ ആസ് ഗാമ മൾട്ടിപ്ലൈഡ് ബൈ പി. പി പ്രഷർ ആണ്, ഗാമ എന്ന് പറയുന്നത് അതിന്റെ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ്. ഓക്കെ, ഇറ്റ്സ് ബിറ്റ്വീൻ 1 and 5/3. റൈറ്റ്, അപ്പൊ ഈ എക്സ്പ്രഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, വി ഹാവ് ഡിറൈവ്ഡ് ഇറ്റ്. Right? But ഈ ഒരു ചാപ്റ്ററിൽ അതിന്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് we'll just take this. Alright, we'll just take this relation and make use of it. Alright, so ഇവിടെ നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ it is gamma p divided by rho whole raised to 1/2. Okay, നമ്മൾ എയറിന്റെ കേസിൽ gamma is known, it's 1.4 and rho is equal to 1.2 kilogram per meter cube. Okay, ഇനി നമ്മൾ 1 atmosphere pressure ആണ് എടുക്കുന്നത്, അതായത് 10⁵ Newton per meter square ആണ് എടുക്കുന്നതെങ്കിൽ we can calculate the velocity of sound. It is 340 meter per second. Alright, നമുക്ക് velocity of sound in air already അറിയാം. Alright, it's around 340 meter per second. Alright, so this is the calculated value, and the observed value is the observed experimentally measured value is not very different from this. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫോമിൽ എഴുതാം. വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഐഡിയൽ ഗ്യാസ് ലോ വിച്ച് സേസ് ദാറ്റ് പി വി ഇസ് ഈക്വൽ ടു NRT. റൈറ്റ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്. ഇനി ഈ ഫുൾ വോള്യൂം ഓഫ് ഗ്യാസിന്റെ മാസ് m ആണെങ്കിൽ, റൈറ്റ്, അതുപോലെ അതിന്റെ മോളിക്കുലർ വെയിറ്റ് ക്യാപിറ്റൽ M ആണെങ്കിൽ, റൈറ്റ്, സോ മോളിക്കുലർ വെയിറ്റ് ക്യാപിറ്റൽ M ആണെങ്കിൽ ദിസ് n ക്യാൻ ബി റിട്ടൺ ആസ് small m divided by capital M. This will give us the number of moles. Alright, അപ്പോൾ ഇത് ഒരു മോൾ മെറ്റീരിയലിന്റെ മാസ് ആണ്, അല്ലെങ്കിൽ വെയിറ്റ് ആണ്. Alright, മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാമിലാണ് നമ്മൾ എടുക്കുന്നത്. Right, so that would be the weight of 1 mole of the substance. Alright, അങ്ങനെയാണെങ്കിൽ this total mass divided by molecular weight എടുക്കുകയാണെങ്കിൽ we'll get the number of moles in the subject. Alright, so we can write PV is equal to m divided by capital M multiplied by RT. Okay, or from here we can see that P is equal to m divided by V multiplied by RT divided by capital M, where m is the molecular weight. Right? ഈ m divided by V എന്ന് പറയുന്നത് rho തന്നെയാണ്, so we can write this as rho RT divided by M. അങ്ങനെയാണെങ്കിൽ K adiabatic becomes, this is gamma multiplied by P, which is equal to gamma rho multiplied by RT divided by M. Okay, so we can find the velocity V is equal to square root of
gamma p divided by rho. Okay, rho കൊണ്ട് divide ചെയ്യുമ്പോൾ ഇവിടുന്ന് rho പോകും. It gets cancelled and you get gamma RT divided by m. Right? So in this case we can write V as square root of gamma RT divided by m. Okay, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് the velocity of sound in gas would be independent of pressure or density. പ്രഷറും ഡെൻസിറ്റിയും ഇതിൽ എക്സ്പ്ലിസിറ്റ്ലി വരുന്നില്ല. Right? ആകെ വരുന്നത് മോളിക്കുലർ വെയിറ്റ് മാത്രമാണ്. Right? And the temperature. Okay, and we see that it's proportional to a square root of the absolute temperature. This is T in kelvins. Alright, so it's proportional to a square root of absolute temperature, and it's inversely proportional to a square root of the molecular weight. Okay, molecular weight കൂടുന്ന സമയത്ത് അതിലൂടെയുള്ള sound velocity കുറയും. Alright, so these things can be understood from this equation. Okay, ഇവിടെ മോളിൽ പറഞ്ഞ results A and B generally correct ആണ്. It's true for any gas, okay, over a wide range of P or T. Alright, അതായത് സ്പീഡ് ഓഫ് സൗണ്ട് പ്രഷറിലോ ഡെൻസിറ്റിയിലോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ അത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്റെ സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം ജനറലി കറക്റ്റ് ആണ്. Alright, അതേസമയം റിസൾട്ട് സി വർക്ക്സ് if we compare various gases of the same molecular type. ഒരേ മോളിക്കുലർ ടൈപ്പിലുള്ള ഗ്യാസസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഓപ്ഷൻ സി, റിസൾട്ട് സി, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റിസൾട്ട് സിയും കറക്റ്റ് ആണ്. അതായത് സ്പീഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് മോളിക്കുലർ വെയിറ്റിന് inversely proportional ആണെന്നുള്ള result. Alright, this is true if we compare various gases of the same molecular type. Alright, ഉദാഹരണത്തിന് എല്ലാം diatomic gas ആണെങ്കിൽ. Okay. Now there's one more particularly interesting result. Okay, നമ്മൾ ഇങ്ങനെ ഒരു result ആണ്, speed V is equal to square root of gamma P divided by rho. Alright, this was our expression for speed of sound in a gas. ഇവിടെ ഗാമ എന്ന് പറയുന്നത് 1ന്റെയും 5/3യുടെയും ഇടയിലാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഈ പ്രഷർ എന്ന് പറയുന്നത്, റൈറ്റ്, വി ക്യാൻ കാൽക്കുലേറ്റ് പ്രഷർ ഓഫ് എ ഗ്യാസ് യൂസിങ് കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറിയിൽ ചെയ്യുന്നത് ഈ ഗ്യാസിനെ വി ജസ്റ്റ് അസ്യൂം ദാറ്റ് ദ ഗ്യാസ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ഓർ ആറ്റംസ്, റൈറ്റ്, ആൻഡ് ദെൻ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആർഗ്യുമെന്റ്സ് യു ക്യാൻ കാൽക്കുലേറ്റ് ദ pressure of the gas. Alright, അങ്ങനെ കൈനറ്റിക് തിയറി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: P is equal to 1/3 rho V RMS square. V RMS എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ. Alright, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ആണ്. Alright, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വെലോസിറ്റി സ്ക്വയർ ചെയ്ത്, alright, അതിന്റെ ആവറേജ്, alright, അതായത് ഇൻഡിവിജ്വൽ വെലോസിറ്റി, ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റിയുടെ സ്ക്വയർ, ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. Alright, ഈ ആവറേജിന്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്നത്. Right? It quantifies the average speed. It tells us something about the average speed of the particles. Right? So VRMS is the root mean square speed of the molecules. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ VRMS അല്ലെ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ we see that it's equal to 3p divided by rho whole raised to 1/2. Okay? Now we can compare this with the expression for the speed of sound through gas. Right? V is equal to gamma P divided by rho whole raised to 1/2. Okay, we said that gamma is between 1 and 5/3. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൗണ്ട് വേവ്സിന്റെ, റൈറ്റ്, അല്ലെങ്കിൽ സൗണ്ടിന്റെ സ്പീഡും ഗ്യാസിലുള്ള സൗണ്ടിന്റെ സ്പീഡും അതിലുള്ള മോളിക്യൂൾസിന്റെ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. They are approximately equal. They are around the same value. Okay. Alright. അപ്പോൾ ഇതിന്റെ കാരണം ഇതാണ്: the information at one end. Right? ഉദാഹരണത്തിന് നമ്മൾ ഒരു ഗ്യാസ് കോളത്തിന്റെ സൈഡിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യാണ്. Right? We are striking at one end of the gas column. Right? This information, അതായത് ഗ്യാസ് കോളത്തിന്റെ ഈ എൻഡിൽ, ഗ്യാസ് കോളത്തിന്റെ ഒരു എൻഡിൽ നമ്മളൊരു പ്രഷർ അല്ലെങ്കിൽ you are striking at one end. Okay? Now this information has to reach this point through the wave medium. Alright? അപ്പോൾ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത് മോളിക്യൂൾസ് തന്നെയാണ്, ഗ്യാസിന്റെ മോളിക്യൂൾസ് തന്നെയാണ്. Alright? So this is the reason why the approximate equality of sound and molecular speeds makes good sense. Alright, so this is something that we would expect based on physical arguments. Alright, so with that we'll conclude our discussion of wave speeds in specific media. Alright, നമ്മൾ solid bar, liquid, അതുപോലെ gas column ഇങ്ങനെയുള്ള കേസസിലുള്ള wave speeds, longitudinal wavesന്റെ speed ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. Okay, so you have to solve problems based on this formula. All right, so solving problems I leave to you. Okay.